പാടും ഞാൻ പരമേശനു സതതം. എൻ്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. അത്രയുമല്ല ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആർത്തി പൂണ്ടു കാത്തിരുന്നു കാലമതിങ്കൽ. ആർത്തിയെ തീർത്തവനെ ഞാൻ ആർത്തു ഘോഷിച്ചിടുവാനൻ. ആർത്തി അറിഞ്ഞവൻ തൻ്റെ വാർത്ത എനിക്കേകിയതാൽ പാടും ഞാൻ പരമേശനു സതതം. കഷ്ടതയോ പട്ടിണിയോ ഭദ്രമോ നഗ്നതയോ കഷ്ടമേറ്റൻ്റെ യേശുവെ പോലാക്കിടുന്നെന്നെ. ഒട്ടനേകം സിദ്ധന്മാരോടൊത്തു ചേർന്നു നിന്നു സ്തുതി ചാർത്തിടുവാൻ അവൻ എന്നെ യോഗ്യനാക്കി തീർത്തതോർത്ത് പാടും ഞാൻ പരമേശന സതതം. എൻ്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശന സതതം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവത്തെ താഴ്ചയും യേശുവിൻ്റെ ദൈവത്തെ താഴ്ചയും കാൽവരി ക്രൂശിലെ ദൈവത്തെ താഴ്ചയും. എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ വിടുതല കരുണയുള്ള നാഥ സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിനം കൂടെ ദാനമായി തന്നല്ലോ അപ്പാ. അങ്ങയുടെ സ്നേഹത്തിനായി, കരുണയ്ക്കായി, കരുതലിനായി സ്തോത്രം, 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 സ്തോത്രം. ഈ നല്ല ദിവസത്തിൽ ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗദുഃഖാദികളിൽ നിന്നും പകർച്ചബാധകളിൽ നിന്നും വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ എൻ്റെ അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ആരോഗ്യ സമയം കാഴ്ചവെക്കുകയപ്പാ. ആമേൻ. ഞങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ അവിടെവിടെങ്ങളിൽ സൂക്ഷിച്ച് പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട് കർത്താവേ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളുമുണ്ട് കർത്താവേ. എല്ലാവരെയും തിരുമുൻപാകെ കൊണ്ടുതരികയാ. എല്ലാവരെയും ഉള്ളതുപോലെ കാണുന്നവനും അറിയുന്നവനും എൻ്റെ അപ്പച്ചനാപ്പാ. ഓരോ മക്കളുടെയും ആവശ്യങ്ങളുടെ മേൽ, ആഗ്രഹങ്ങളുടെ മേൽ സ്വർഗം അറിഞ്ഞ് പ്രവർത്തിക്കുമാറാകണം. അങ്ങയുടെ പാദാന്തിയെ കടന്നു വന്നിട്ടുള്ളവരാരും ലജ്ജിച്ചു പോയിട്ടില്ല ദൈവമേ. അപ്പൻ്റെ പാദപീഠത്തിൽ കടന്നു വരുന്ന അടിയങ്ങളെ ഇന്നുവരെ ലജ്ജിപ്പിക്കാതെ വഴി നടത്തിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വീണ്ടും ഞങ്ങളുടെ ആവശ്യം സ്തോത്രത്തോടെ ഞങ്ങളോട് അറിയിക്കുവാൻ കൽപ്പിച്ചിട്ടുണ്ടല്ലപ്പാ. അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങളുമായി കടന്നു വരുന്ന കർത്താവേ, സ്തോത്രത്തോടെ കടന്നു വരികയാണ് കർത്താവേ. നന്ദിയോടെ കടന്നു വരികയപ്പാ. അത്ഭുതവാനെ, വീരനാം ദൈവമേ, നിത്യപിതാവേ, സമാധാനത്തിൻ്റെ ദൈവമേ, അങ്ങയുടെ പാദപീഠത്തിൽ ഹല്ലേലൂയ അടിയങ്ങൾ കടന്നു വന്ന് നിൽക്കുമ്പോൾ ആമൻ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. ആമൻ. എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് സകലത്തിനും മതിയായ ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അനേക വാഗ്ദത്ത വചനങ്ങൾ തന്ന് ഞങ്ങളെ ബലപ്പെടുത്തി ഇന്ന് വരെ നിലനിർത്തിയ സ്നേഹമോർത്ത് നന്ദി പറയട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തുന്ന ദൈവമെന്ന് അവിലിയേറിയ വാഗ്ദത്ത വചനം തന്ന് ഞങ്ങളെ ബലത്തോടെ നടത്തിയ കർത്താവ്, ഇന്ന് വരെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായി കൂടെ ഇരുന്ന കർത്താവ്, ഞങ്ങൾക്ക് പിന്നെയും മതിയായ ദൈവമാകിയാൽ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ എത്ര കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം എല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ. ഞങ്ങൾ പാർക്കുന്ന ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. അപ്പാ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം അവിടുത്തെ പാദപീഠത്തിൽ സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഈ സമയം ഞങ്ങളുടെ കുടുംബങ്ങളെ ഏൽപ്പിക്കട്ടെ അപ്പാ. ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിക്കട്ടെ നാഥ. അവരുടെ പോക്കിലെ വരവിലെ കൂടെ ഇരിക്കണമേ. പഠനത്തെ മാനിക്കണമേ. നന്നായി പഠിക്കാൻ സഹായിക്കണമേ. എല്ലാ പരീക്ഷകളിലും കൂടെ ഇരിക്കണേ കർത്താവേ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ പരീക്ഷ നടക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പത്തിൻ്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണം. നന്നായി പഠിക്കണം, നന്നായി പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം. പ്രാർത്ഥനയോടെ അവർ വളർന്നു വരുവാൻ ഇടയാക്കുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, സ്തോത്രം. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, 10, 11, 12 പഠിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്നവർ, മറ്റു വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ, BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന മക്കൾ,
എൻ്റെ കർത്താവ് OITയും IELTSഉം പഠിക്കുന്നവർ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, മെട്രിക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ എല്ലാവരും പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളുമുണ്ട് കർത്താവേ. അപ്പാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാനിക്കണമേ. ജയകരമായ ഹാലേലൂയ കർത്താവെ, നല്ല ജയം തന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ. സ്തോത്രം സ്തോത്രം. നീ അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്ന ദൈവമാ. ഭാരമേറിയ വിഷയങ്ങളൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതിയെങ്കിലും അതിൻ്റെ മേലൊക്കെ മാർക്ക് കൊടുക്കാൻ കഴിവുള്ള കർത്താവ് അവിടുന്ന് ആകിയാൽ നാഥാ അത്ഭുതം ചെയ്യണമേ നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവ്. ഈ സമയം ഹാലേലൂയ കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും തിരുമുൻപാകെ സമർപ്പിക്കുന്ന കർത്താവ്. നാടും വീടും വിട്ട് മാതാപിതാക്കളെ വിട്ട് വിദുരിതകളൊക്കെയായിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുക കർത്താവേ. സമാധാനത്തോടും സന്തോഷത്തോടും ദൈവകൃപയോടും സൂക്ഷിക്കണേ. വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോഷിപ്പിച്ചു കൊള്ളണേ. ശത്രു അവരെ കാണല്ലേ. ദുഷ്ടപിശാച് തുടരുതേ അപ്പ. സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തുകൊണ്ട്, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങൾ അനേകർ പലവിധ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ടപ്പാ. എൻ്റെ സ്വർഗത്തിലെ അപ്പ അവരെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പകർച്ചബാധകളുടെ പിടിയിൽ നിന്നൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം വിടുവിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലേലൂയ കർത്താവേ. മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അവരെല്ലാം അവിടെയെങ്കിലും കാത്തു സൂക്ഷിച്ച് പരിപാലിക്കണമേ. അപ്പം നീ അവർക്ക് മാതാവും പിതാവുമായി കൂടി ഇരുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹാലേലൂയ കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തുണേ. സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ കർത്താവ്. അപ്പോൾ ഈ സമയം ഹാലേലൂയ കർത്താവ് ഞങ്ങളുടെ കൊച്ചു തലമുറകളെയൊക്കെ അനുഗ്രഹിക്കണേ. ദൈവകൃപയെ വളർന്നു വരുവാൻ ഇടയാക്കണേ. സകല ബാലപീഠകളിൽ നിന്ന് വിടുവിച്ചു കൊള്ളുമാറാകണമേ. ഹാലേലൂയ. ഞങ്ങളുടെ ദേശത്തിന് മേൽ സമാധാനം അയക്കണം. ഞങ്ങളുടെ കുടുംബത്തിന്മേൽ സമാധാനവും അനുഗ്രഹവും അയക്കണം. എല്ലാ നന്മയും അനുഗ്രഹവും ഞങ്ങളുടെ ദേശത്തിന് മേൽ അയക്കണം. എല്ലാ സമാധാനവും ഞങ്ങളുടെ ദേശത്തിന്മേൽ അയക്കുമാറാകണം. ഞങ്ങളുടെ കുടുംബങ്ങളിൽ മേൽ സമാധാനം നൽകുമാറാകണം. ദൈവകൃപയിൽ ജീവിപ്പാൻ ഇടയാക്കണം കർത്താവേ. ഈ സമയം ഹാലേലൂയ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. സമാധാനത്താൽ സൂക്ഷിക്കണമേ. ദൈവകൃപയിൽ ജീവിപ്പാൻ ഇടയാക്കണമേ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നപ്പാ. ഞങ്ങളുടെ ആണും പെണ്ണുമായ മക്കൾക്ക് തക്ക തുണയെ ഒരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണം. ഈ 2024 തീരുന്നതിന് മുൻപായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണമപ്പാ. സഹായിക്കണേ. ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്ക് കർത്താവ് അത്ഭുതം ചെയ്യണമേ. അവരുടെ സന്തോഷം പൂർണ്ണമാവാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ ഏൽപ്പിക്കുന്ന തലമുറകളെ നൽകി അനുഗ്രഹിക്കണേ അപ്പാ. നീ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഗർഭിണികളായിരിക്കുന്ന മക്കളെ എൻ്റെ അപ്പച്ചൻ്റെ ഉള്ളംകരത്തിൽ വഹിച്ചു കൊള്ളണമേ. മാസം തികയോളം കൂടിയിരുന്ന് സുഖപ്രസവം നൽകണമേ. ജോലി ചെയ്ത് ഹാലിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളുടെ യാത്ര ചെയ്യുന്ന മക്കളുണ്ട് കർത്താവേ. ഉള്ളംകരത്തിൽ നല്ല കുഞ്ഞുങ്ങളെയൊക്കെ വഹിക്കണമേ. ക്ഷീണം ഭാരമൊക്കെ മാറ്റിക്കൊള്ളണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലേലൂയ. നന്ദി പിതാവേ. നന്ദി കർത്താവേ. നന്ദി പിതാവേ. ഈ സമയം കൂടെ ഹാലേലൂയ കർത്താവേ. കടബാധ്യതയിൽ കഴിയുന്ന ജീവിതങ്ങളുണ്ട്. അവരെ സമർപ്പിക്കുന്നു. എൻ്റെ അപ്പൻ അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അവരുടെ കണ്ണുനീരിന് മറികടക്കാത്ത നല്ല കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തോട് മനസ്സലിയണേ നടിയും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലേലൂയ. സകല ബുദ്ധിമുട്ടും പൂർണ്ണമായും തീർത്തു കൊടുക്കാൻ കഴിവുള്ള കർത്താവിൻ്റെ പാദപീഠത്തിൽ ആ വിഷയങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. കടഭാരത്തിന് നടുവിൽ കഴിയുന്ന ഓരോ മക്കളുടെ മേലും അവിടുത്തെ സ്നേഹത്തിൻ്റെ കരമൊന്ന് നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ കർത്താവ്. എൻ്റെ പ്രാർത്ഥന വെച്ച് പ്രിയമക്കളെ ഉള്ളതുപോലെ കാണുന്നില്ല. പടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവമാപ്പ. കുടുംബജീവിതത്തിലെ ഹാലേലൂയ ഒത്തിരി കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ടപ്പോൾ. രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്. ജീവിതമാർഗമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, എൻ്റെ അപ്പനോടൊന്ന് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ. ഹാലേലൂയ. നന്ദി പിതാവേ. ഈ സമയം മദ്യത്തിലും മയക്കുമരുന്നിന് കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. മാനസാന്തരം നൽകി കാത്തുകൊള്ളണമേ. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. ഭവനം നൽകി അനുഗ്രഹിക്കണേ. ഭവനം പണിയുന്ന മക്കൾക്ക് വേണ്ടി സ്വർഗം അത്ഭുതം ചെയ്യണമേ. പണികളെ പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യം ഒരുക്കണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ചെറുതും വലുതുമായ ജോലി ചെയ്യുന്ന മക്കളുണ്ട്. ബിസിനസ് ചെയ്യുന്ന മക്കളുണ്ട്. എൻ്റെ കർത്താവേ, കൂടുതലൊന്നും വേണ്ടപ്പാ. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെയും ആവശ്യമാർന്ന ദിനംതോറും കൊടുത്ത് പോഷിപ്പിക്കുമാറാകണം. ഒരു കഷ്ടനഷ്ടം കൂടാതെ എല്ലാവർക്കും കർത്താവുണ്ടെന്ന് കരുതി കൊടുക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. മനസ്സലിയണേ അപ്പാ. മനസ്സലിയണമേ. ഓരോ മക്കളുടെ മേലും കർത്താവിൻ്റെ കരം വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല കാര്യങ്ങളും ഭംഗിയായി ചെയ്തെടുപ്പാൻ തക്കണം ഓർമ്മയും ബുദ്ധിയും ആരോഗ്യവും ബലവും ആയുസ്സും നൽകി എല്ലാ മക്കളെയും കാത്തോണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലേലൂയ. സ്തോത്രം സ്തോത്രം. വാഴ്ത്തി അനുഗ്രഹിക്കുന്ന ദൈവമേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. വലിയൊരു ശേഷിപ്പടി ഞങ്ങൾക്ക് നൽകണമേ അപ്പാ. നന്ദി അപ്പാ. നന്ദി കർത്താവേ. ഈ സമയം ഹാലേലൂയ കർത്താവേ. ഹാലേലൂയ കർത്താവ്. ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ ഏൽപ്പിക്കുക. ആശുപത്രിയിലും ഭവനങ്ങളിലുമായിരിക്കുന്ന മക്കളെ, കിടക്കയിലായിരിക്കുന്നവർ, ICUലും CCUലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട് കർത്താവേ. എൻ്റെ അപ്പാ, നീ ഇവിടുന്ന് കരുണ തോന്നണേ. മനസ്സലിയണേ ഇപ്പം. കരയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരോട് കരുണ കാണിക്കണമേ അപ്പാ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ. അവരുടെ സന്തോഷം പൂർണ്ണമാകണം.
അത്ഭുത സൗഖ്യം പ്രാപിച്ച് ഭവനത്തിൽ എത്തിച്ചേരണം. എൻ്റെ കർത്താവ് മനസ്സലിയണം. അങ്ങൊന്ന് തൊട്ടാൽ മതി, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യമുണ്ട്. മനസ്സലിയണമേ നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയനോട് കാണിച്ച കരുണയോർക്കുമ്പോൾ നന്ദി പറയാതിരിക്കാൻ കഴിയുകയില്ല കർത്താവെ. ഈ ദൈവം ഇന്നുവന്നേക്കും ജീവിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവമാകിയാൽ ഹല്ലേലൂയ. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തതെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗം നീക്കുന്ന മരുന്ന് അവിടുന്ന്, ഞങ്ങളുടെ രോഗിക്ക് വൈദ്യൻ അവിടുന്ന്. അപ്പോൾ മനസ്സലിയണം, കരുണ കാണിക്കണം. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കൾക്ക് ഹല്ലേലൂയ മഹത്വമേറി സാക്ഷ്യം പറയുവാൻ തക്കണം. അവരുടെ പ്രിയപ്പെട്ടവരെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ ഏൽപ്പിക്കട്ടെ. കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, ഉണങ്ങാത്ത വ്രണമുള്ളവർ, തൈറോയിഡും ആസ്മയുമുള്ളവർ, കർത്താവേ അലർജി ഉള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗങ്ങളുള്ളവർ, എൻ്റെ കർത്താവേ സ്തോത്രം. ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, തലമുടി മുഴുവനും കൊഴിയുന്ന ജീവിതങ്ങൾ, കർത്താവേ കാഴ്ചയും കേൾവിയുമില്ലാത്ത മക്കളുണ്ട് കർത്താവേ. കണ്ണിൻ്റെ അസ്വസ്ഥതയാൽ കാഴ്ചയില്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. അപ്പാ, നീ അവിടുന്ന് ഓരോ മക്കളെയും അറിയുന്ന ദൈവമാണല്ലോ. ബലം ക്ഷയിക്കുമ്പോൾ തള്ളിക്കളയാത്ത ദൈവമേ, ബലഹീനതയിൽ കൂടെയിരിക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയ മാതാവിന് ഹല്ലേലൂയ പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുക. നിൻ്റെ മകളുടെ മേൽ അപ്പൻ്റെ അൻപാർന്ന കരമൊന്ന് വയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. ഡോക്ടർമാർക്ക് പോലും അസാധ്യമായ കാര്യം എൻ്റെ ദൈവത്തിന് സാധ്യമാകുമല്ലോ. കർത്താവേ, ഒരു അത്ഭുത സാക്ഷ്യം കേൾപ്പാൻ തക്കണം പ്രിയ മാതാവിനെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പൂർണ്ണമായ വിടുതൽ കർത്താവ് കൊടുക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സഹായിപ്പാൻ, കരം ചേർത്ത് പിടിക്കുവാൻ അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ലപ്പാ. ബലമുള്ള കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. സഹായിക്കണമേ, സഹായിക്കണമേ കർത്താവ്. ഈ സമയം ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്നു കർത്താവ്. നീ അവർക്ക് നല്ല ജീവിത പങ്കാളിയായി കൂടെ ഇരിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവേ, വേർപാടിൻ്റെ ദുഃഖത്തിൽ ഹല്ലേലൂയ ആയിരിക്കുന്നു ഓരോ കുടുംബത്തെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിനയാത്ത നേരത്ത് വേദനകൾ കടന്നു വരുമ്പോൾ വഹിപ്പാനുള്ള കൃപ തരണം. പ്രത്യാശയിൽ നിലനിർത്തണം. സ്വർഗീയ സമാധാനം കൊണ്ട് ഓരോ ഹൃദയത്തെയും ആശ്വസിപ്പിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. എങ്ങും ഒരു സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്ത ലോകത്തിൽ അടിയങ്ങളെ യാത്ര ചെയ്യുന്നു. ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ദിനംതോറും കേട്ട് കർത്താവേ, ഞങ്ങൾ ഭാരപ്പെട്ട് ഞരങ്ങിയിരിക്കുമ്പോൾ സ്വർഗത്തിലെ കർത്താവേ ഹല്ലേലൂയ മനസ്സലിയണമേ, കരുണ കാണിക്കണമേ. ഓരോ ജീവിതങ്ങളുടെ മേലും കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെ കരമൊന്ന് നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എൻ്റെ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്നടുത്ത വചനമാപ്പാ. അങ്ങയിൽ ആശ്രയിച്ച് പ്രത്യാശയോടെ ജീവിപ്പാൻ ഓരോ ഹൃദയത്തെയും സ്വർഗം ബലപ്പെടുത്തുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. അവൻ്റെ ബലമുള്ള കാര്യങ്ങളിലെല്ലാം സമർപ്പിക്കുന്നു കർത്താവ്. ഈ സമയം യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓരോ മക്കളുടെയും യാത്രയിൽ എൻ്റെ അപ്പച്ചൻ കൂടെ ഇരിക്കണം. സുരക്ഷിതമായി അവർ ചെല്ലേണ്ട സ്ഥാനത്ത് എത്തിച്ചേരാൻ ഇടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ സ്തോത്രം. അങ്ങനെ എല്ലാ ഭാരവിഷയം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ രോഗവിഷയം അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയൻ മറന്നാലും മറക്കാത്ത കർത്താവ് എനിക്കുണ്ടല്ലോ. അപ്പോൾ ഓരോ ഹൃദയത്തിന്മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വേല നിമിത്തം ഹല്ലേലൂയ കഷ്ടമനുഭവിക്കുന്ന, പീഡനം അനുഭവിക്കുന്ന അനേക ദൈവമക്കളുണ്ട് കർത്താവേ. ജയിൽവാസം അനുഭവിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. അടിയൻ്റെ കരങ്ങളിൽ ഹല്ലേലൂയ കർത്താവേ കുറേ പേരുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നീ ഉള്ളതുപോലെ കാണുന്ന ദൈവം, ഉള്ളതുപോലെ അറിയുന്ന ദൈവം, പേര് വരായി നിൻ്റെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആ ജയിലിൽ നിന്ന് മോചിതരായി തീഷ്ണതയോടെ കർത്താവിൻ്റെ വേലയിൽ പിന്നെയും ആയിരിക്കാൻ നിൻ്റെ മക്കളെ സ്വർഗം സഹായിക്കുമാറാകണം. അതിനുള്ള സാവകാശം ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ദൈവം ജീവിക്കുന്ന ദൈവമെന്ന് അനേകർക്ക് വെളിപ്പെടുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒരു പോറൽ പോലും ഏൽക്കുവാൻ സമ്മതിക്കണം. സ്വർഗം ഓരോ മക്കളെ സൂക്ഷിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവ്. എൻ്റെ അപ്പാ, നിൻ്റെ മക്കൾക്ക് വേണ്ടി വേണ്ടുന്നെല്ലാം കരുതി ഒരുക്കി തൻ്റെ കുടുംബത്തെ കാത്തുകൊള്ളുമാറാകണമെന്നും അടിയൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എല്ലാ സുവിശേഷ വേലകളെയും വേലക്കാരെയും നന്ദിയോടെ സ്തോത്രത്തോടെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. കർത്താവിൻ്റെ വേല ചെന്ന് തൻ്റെ മക്കളെ കൺമണി പോലെ സൂക്ഷിച്ചു കൊള്ളുമാറാകണം. ഹല്ലേലൂയ. ഞങ്ങളുടെ ദേശത്തോട് മനസ്സലിയണമേ, ഞങ്ങളുടെ രാജ്യത്തോട് മനസ്സലിയണമേ. ഞങ്ങളോട് കരുണ തോന്നണമേ. സമാധാനത്തോടെ ഞങ്ങളെ കാത്തുകൊള്ളണം. ഞങ്ങളുടെ ദേശത്തിന് മേൽ സൗഖ്യമയക്കണമേ. എല്ലാ പകർച്ചബാധകളിൽ നിന്നും വിടുവിക്കുമാറാകണമേ. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ നിന്നും വിടുവിച്ചാട്ട് കർത്താവേ. ഹല്ലേലൂയ. എല്ലാം പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവ്. എല്ലാ സമാധാനത്താൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ നടത്തണം. പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങയെ സ്നേഹിച്ച് സേവിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം.
പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ കാത്തുകൊള്ളണേ. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളും കൊണ്ട് ഓരോ മക്കളെയും നിറച്ചാട്ട് കർത്താവ്. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.